എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ എന്നാണ് പോകുന്നത് ത്രോൺ ഓഫ് സെയിൽ എന്ന ആനിമ സീരീസിൻ്റെ എപ്പിസോഡ് 33 ഓക്കെ. പോയി എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ ടോപ്പ് 4 ലാസ്റ്റ് മാച്ച് വാങ്ങാൻ ജയിച്ചു. ലെൻജൻ അപ്പോൾ ഭാഗ്യ ലക്കുണ്ട്, ഇല്ലെങ്കിൽ രണ്ട് ബെസ്റ്റായ സ്ട്രൈൻസിന് പോയന് അതിൻ്റെ കൂടെ ഉള്ളവനും വന്നു നന്നായി ചെയ്തു എന്നൊക്കെ ഹാവച്ചനും. അങ്ങനെ ടോപ്പ് 8 കഴിഞ്ഞു. ടോപ്പ് 4 നിൽക്കുന്നത് ഹാവച്ചൻ, മൂന്നിങ്, സായർ, പിന്നെ വാങ്ങ്. ലിന്നാണെങ്കിൽ എന്തോ ഒരു സങ്കടത്തിൽ പോലെ. സായർ അവൾ ഗീവപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. അത് കേട്ട് എല്ലാവരും ഷോക്ക്. അവരുടെ റൂൾസ് വെച്ച് ടോപ്പ് 3 മാത്രമേ പറ്റൂ. വാങ്ങപ്പോൾ എനിക്ക് അവളുമായിട്ട് മത്സരിക്കണമെന്നില്ല, ഇത് അവന് വേണ്ടിയാണ് എന്ന് വിചാരിക്കണം. ഇങ്സോയ്ഫ് എങ്ങും സായറിനോട് ചോദിക്കുന്നുണ്ടോ, നീ ഉറപ്പിച്ചു തന്നെയാണ്? അതെ. അത് കേട്ട് ഇങ്സോയ്ഫ് ഇങ്ങനെ ഇച്ചിരി ദേഷ്യം പോലെ. ഹാൻകോനിപ്പോൾ സായർ ടോപ്പ് 3 നിന്ന് മാറിയത് കൊണ്ട് തന്നെ ഹാവച്ചൻ അവൾ ടോപ്പിൽ 3ലേക്ക് വന്നു, അവളെ ചൂസ് ചെയ്യും എന്നതുകൊണ്ടാണ് എന്ന് യിങ്സോയ്ഫ് എന്നോട് പറയുമ്പോൾ ഹാവച്ചൻ കാരണം അവൾ താഴെ പോയ അസാസിൻ ടെമ്പിൾ ഒരിക്കലും ക്ഷമിക്കില്ല. പേടിക്കേണ്ട ഹാവച്ചൻ, അവൻ ഉറപ്പായും പ്രോമിസ് കൊടുത്തിട്ടുണ്ടാവും. ലിന്നാകട്ടെ ഹാവച്ചൻ ടോപ്പ് 3 വന്നു, ഒരാളെ ചൂസ് ചെയ്യാൻ ഹാവച്ചൻ മുൻപ് പറഞ്ഞിരുന്നു. അവൻ ടോപ്പ് 3 വന്ന അവനെ ചൂസ് ചെയ്യുന്നു. സായർപ്പം നിന്റെ ഗ്ലോറി എന്നെ കൂടിയാണ്. മോർണിംഗ് ഗീവപ്പ് ചെയ്തെന്ന് പറയാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ളതാണ് ഫൈനല്. ഹാവച്ചന് വാങ്ങ് തമ്മിൽ പിന്നെ ഏറ്റുമുട്ടാൻ പോകുന്നു. ഇത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. വാങ്ങപ്പോ അന്ന് അവനായിട്ട് മത്സരിച്ചത് അതാലോചിച്ചിട്ട് ചിലപ്പോൾ ഇത് വിധിയാകും. അവനാകട്ടെ ലിന്ന് കൊടുത്ത പ്രോമിസ് ഇവള് വേണം, രണ്ടും കൂടി മിക്സായി. ആടെ എനിക്ക് ക്രൂരമായ ഒരു ദിവസമായിരുന്നു. രാത്രി അവൻ്റെ ടീച്ചറിനോട് ഒരു വഴിയില്ലേ, 2 ടീംമേറ്റിനെ ചൂസ് ചെയ്യുന്നെന്ന് ചെയ്യുമ്പോൾ റൂൾസ് പാലിച്ചാണ് പോകുന്നത്. അങ്ങനെയൊന്നുമില്ല, എന്തെങ്കിലും സൊല്യൂഷൻ കാണില്ലേ, ഹാൻകോൻ്റെ അടുത്തിനാ പോവും എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നിട്ട് എന്തോ റിക്വസ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് കേട്ട് ഷോക്ക്. അത് കഴിഞ്ഞ് ഫൈനൽ ഡേ റൺബുക്കും വന്നിട്ട് ഇത് ഫൈനലാണ്, ഇത് നോക്കുന്നത് ഞാനാണ്. ഹാവച്ചനെ വാങ്ങനെ വിളിക്കുന്നു. ഹാവച്ചൻ സായറിനോട് എന്ത് തന്നെയായാലും നീ എന്നെ വിശ്വസിക്കണം, അവൾ ഉറപ്പായി എന്ന് പറയുമ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ ഹഗ് ചെയ്തോട്ടെ. അവൾ ഓക്കെ. അത് കഴിഞ്ഞ് ചെല്ലുന്നു. വാങ്ങ അവിടെ നിൽക്കുന്നു. അവരുടെ ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു മാച്ച് ഉണ്ടാകുമെന്ന്, എല്ലാത്തിനും അവസാനം ഉണ്ടാകാം എന്ന് പറയുമ്പോൾ അതിനെന്താ എന്ന വിന്നർ ഞാൻ തന്നെയാകും എന്ന് ഹാവച്ചൻ. വാങ്ങവൻ്റെ ഫർണൈസ് അത് ആർമറാക്കാൻ പറ്റുന്നതാണ്, അതെടുത്തിട്ട് എന്നിട്ട് സോഡ് എടുത്ത് റെഡി. ഹാവച്ചൻ അവൻ്റെ സ്പിരിറ്റ് ആർമർ അതെടുത്തു, ഹോളി സ്പിരിറ്റ് ആർമർ. അതുപോലെ അവൻ്റെ മിറാക്കിൾ സോഡ് അതെടുക്കുകയാണ്. അതുകൊണ്ട് അവിടെ ഉള്ള എല്ലാവരും ഷോക്ക്. 2 ഡ്രാഗൺ സ്പിരിറ്റും ടെമ്പിൾ മാസ്റ്റേഴ്സ് ആകട്ടെ മിറാക്കിൾ സോഡ്. ഇത് ഇങ്ങനെ അവൻ്റെ കയ്യിൽ 6000 വർഷമായിട്ട് ആ മൗണ്ടയിലായിരുന്നാലും ആർക്കും എടുക്കാതെ കഴിയാതിരുന്നേ, എങ്കിൽ ഇവനെ മാസ്റ്ററായിട്ട് എടുത്തു. ഹാൻകോനും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോപ്പ് 10 ഫർണൈസ്, അതിലെ ആർമറും മറ്റൊരു സൈഡ് ബെസ്റ്റ് ആയിട്ടുള്ള സോഡും. ഇത് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മാച്ച് തന്നെയാകും. മിറാക്കിൾ സോഡ് കണ്ടിട്ട് അത് നിനക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് എന്ന് പറഞ്ഞ ഹാവായിരുന്നു. ഹാവച്ചൻ വേറൊരു സോഡ് എടുത്ത് ചെല്ലുന്നു. ഫസ്റ്റ് അറ്റായി തന്നെ വാങ്ങ് പറകൂട്ടി. ഹാവച്ചൻ മനസ്സിൽ ഈ സോഡ് ഉള്ളത് കൊണ്ട് കുറച്ചു നേരത്തേക്ക് സ്ട്രെങ്ത് കൂടുതലായിരിക്കും, എന്നാൽ അത് കഴിഞ്ഞ് ഇത് എനിക്ക് പാട് തന്നെയാകും. അവരുടെ ഫൈറ്റ് തുടങ്ങി. രണ്ടുപേരും കട്ട നിൽക്കുന്നു, വിട്ടുകൊടുക്കുന്നില്ല. അവരുടെ ഓരോ സ്ട്രൈക്കും ആ അരീന തന്നെ സേക്കാകാൻ തുടങ്ങി. രണ്ടുപേരും ലെവൽ 5 ആണ്, ആൾമോസ്റ്റ് സെയിം അല്ല എന്നേ ഉള്ളൂ. കൂടുതൽ വാങ്ങുന്നതാണ്. അവരുടെ ഫൈറ്റിനിടയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഞാനാണ് ജയിക്കാൻ പോകുന്നത് എന്നൊക്കെ. അവരുടെ ബീസ്റ്റിനെ എടുത്ത് അറ്റാച്ച് ചെയ്യാൻ വന്നിരുന്നു, എന്നാൽ വാങ്ങിന്റെ ബീസ്റ്റിന് എന്തോ പറ്റി ചെറുതായി. അതിന്റെ പിറകെ ഹായു നമ്മുടെ മാച്ചിൽ വേറെ ആരും ഇന്റർഫേസ് ചെയ്യണ്ട എന്ന് ഹാവച്ചൻ. അങ്ങനെയാണ് പിന്നെ പോയത്. ഹാവച്ചൻ അവന്റെ ഓരോ സ്കില്ല് യൂസ് ചെയ്യുന്നത് വാങ്ങ എതിർത്തു വരുന്നു. അതുപോലെ മുൻപത്തെ പോലെ മാറി ഒന്നും പോകാതെ നേരെ വന്ന അറ്റാക്ക് തന്നെയാണ്. ലോക്ക് എന്ന സ്കില്ല് വെച്ച് എന്നിട്ട് സ്ട്രൈക്ക് കൊടുക്കുമ്പോൾ അവൻ ആദ്യം മാറിപ്പോയി, എന്നെ അത് എതിർത്തു. ഫർണൈസിലെ സ്കില്ല് വെച്ച് സ്പേസിലേക്ക് വിട്ടു. അത് ഒരുപാട് സ്പേസ് വഴി തിരിച്ചും വിട്ടു. അത് സോഡ് വെച്ച് ഒരു അറ്റാക്ക് അത് ബ്രേക്കായി. അങ്ങനെ വാങ്ങ് പിന്നെ തെറിച്ച് പോയിട്ട് തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ വരുന്നു. അപ്പോഴേക്കും ഫർണൈസിലെ സ്കില്ല് ഹാവച്ച യൂസ് ചെയ്ത് ലോക്കാക്കി. അവന്റെ ഫർണൈസ് 6 സ്റ്റാർ ആണ്. അതിലൊരു സ്കില്ല് ഉപയോഗിക്കുമ്പോൾ അവൻ മറ്റേ സ്കില്ല് യൂസ് ചെയ്ത് വരുന്നു. ആ ചുള്ളി കറ്റുപോലാക്കി. നിന്റെ സ്കില്ല് കൊണ്ട് എനിക്ക് ബോറടിക്കുന്നു, പുതിയത് ഉപയോഗിക്കാനും പറഞ്ഞ് അവൻ എന്തൊക്കെയോ കാണിച്ച് ആ സ്കില്ല് ബ്രേക്കാക്കാനും തുടങ്ങി. 2 കൂടി എന്നെ പാടുപെടുത്തുന്നു എന്ന് റൺബുക്ക് അങ്ങ്. അവസാന സ്കില്ല് ബ്രേക്കായി. എന്നാൽ ഇത് നോക്ക് എന്ന് പറഞ്ഞ മിറാക്കിൾ സോഡിൽ ഒരു സ്കില്ലെടുത്തു, അത് വിട്ട് തടയാൻ നോക്കി. എന്നാൽ ആ അരീന എന്നെ ഇല്ലാതാക്കി. അതൊരു സ്കൈയിലാണല്ലോ നിൽക്കുന്നത്, അതും പൊട്ടിച്ച് താഴേക്ക് ആ ഫവർ പോയി. പിന്നെ താഴെ കിടന്ന് ഫൈറ്റ് തന്നെയാണ്. നിനക്ക് എത്ര പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലേ, നിനക്ക് ഇത്രേ പറ്റൂ. ആര് പറഞ്ഞു ഇനിയാണ് തുടങ്ങാൻ പോകുന്നത് എന്ന് പറഞ്ഞ അവരുടെ ഫൈറ്റ് അവിടെ തുടങ്ങി. ഇവന്മാരുടെ ഈഗോ കാരണം തുടങ്ങിയൊരു പുറപ്പാടാണ്, വിട്ടുകൊടുക്കാത്ത രീതിയിൽ. കുറെ നേരം അങ്ങനെ ഫൈറ്റ്. ഇതെല്ലാം കാണുന്ന ഓഡിയൻസ്, അതുപോലെ ഗ്രാവിറ്റി ലിഫ്റ്റ് ചെയ്ത ചാറ്റ്, അവർ പരസ്പരം ഫൈറ്റ് ചെയ്യുന്ന അങ്ങനെ കുറെ നേരം പോകുന്നുണ്ട്. സ്പീഡാക്കിയാലും കാര്യമില്ല, അവരുടെ ഫൈറ്റ് അത്രയും ഉണ്ട്. മെന്റലി ഫിസിക്കലി സ്ട്രെങ്ത് എല്ലാം ലിമിറ്റായി. എന്നാൽ ആരാണ് ടൈറ്റ് വിന്നർ എന്നറിയാനായിട്ട് വിട്ടുകൊടുക്കുന്നില്ല എന്ന് പറയുകയാണ്. അവിടെ പിന്നെ കുറെ പൊട്ടിത്തെറികൾ മാത്രമായി. ഇടയ്ക്ക് ഹാവച്ചൻ താഴേക്ക് അവൻ മുകളിലേക്കും പോയി പറ്റിയിരുന്നു. പിന്നിട്ട് പിന്നെ വരുന്നുണ്ട്. അതിന് പിന്നെ ഒരുപാട് നേരം വാങ്ങിനവന്റെ ലിമിറ്റായി എന്നത് മനസ്സിലായി. പറയുമ്പോൾ നിനക്ക് മാത്രമല്ല എനിക്കും. പിന്നെ ഫൈറ്റ് മടുത്തു. പിന്നെ പറഞ്ഞു ഫുള്ള് പൊട്ടിത്തെറിമായ
അങ്ങനെ കുറേ നേരം പോയി ഈ എപ്പിസോഡ് കൂടുതലും ഫൈറ്റാണ്. അത് ഞാൻ ഒരു 5 മിനിറ്റിൽ തീർക്കാൻ നോക്കി, എന്നാൽ നടക്കുമെന്ന് അറിയില്ല. അവരങ്ങനെ താഴേക്ക് എത്തറായി എന്ന് തോന്നുന്നുണ്ട്. ഹാവച്ചൻ നീ സ്ട്രോങ് ആണ്, ഒരുപാട് ഇമ്പ്രൂവ് ആയി, എൻ്റെ ഈ അറ്റാക്ക് നീ തടയെന്ന് പറഞ്ഞ് ഒരു സ്കില്ല് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ എന്തായാലും വിന്നർ താൻ തന്നെയാണ് എന്ന് പറഞ്ഞ് അവൻ ഉപയോഗിക്കുന്നു അവരുടെ മോസ്റ്റ് പവർഫുൾ അറ്റാക്ക്. രണ്ടു കൂടി കൂട്ടിയിടിച്ച് ഒരു വലിയ പൊട്ടിത്തെറി. ആര് ജയിച്ചെന്നൊക്കെ നോക്കിയാൽ രണ്ടുപേരുടെ എനർജി തീർന്ന് അവിടെ വീണു. വാങ്ങപ്പോൾ നിന്റെ എനർജി തീർന്നല്ലേ എന്ന് പറഞ്ഞ് വരാനായിട്ട് കേൾക്കുമ്പോൾ ഹാവച്ചന് ചെല്ലുന്നു അറ്റാക്കിനേറ്റ്. ഇവന്മാർക്ക് വയ്യ എന്തോ. എൻ്റെ ഒരുപാട് രൂപം വെച്ചുള്ള അറ്റാക്ക് ഉണ്ടല്ലോ, അത് ഹാവച്ചന് നേരെ വിടുന്നു. അവൻ ഡിഫൻസ് യൂസ് ചെയ്തു, അത് എതിർത്തു. ഇത് യൂസ്ലെസ് ആണ് എന്ന് പറഞ്ഞ അറ്റാക്ക് അത് ബ്രേക്കാക്കുന്നത് പോലെ നിനക്ക് തെറ്റി, ഞാൻ ഒരു ഡുവൽ നൈറ്റ് ആണ് എന്ന് പറഞ്ഞ് പുതുതായിട്ട് ഉണ്ടാക്കിയ ലൈറ്റ് റിവഞ്ച് എന്നത് വെച്ച് ഒറ്റവിട്ട്. അവനത് എക്സ്പെക്ട് ചെയ്തില്ല. അവൻ്റെ സോഡും ബ്രേക്കായി അവൻ തെറിച്ച് വീണ് സോഡ് പൊട്ടി എന്നത് കൊണ്ട് അവൻ എന്താ പോലെ ഹാവച്ച അടുത്ത് വന്ന് അവൻ്റെ സോഡ് മാറ്റിയിട്ട് കൈ കൊടുത്തു. അവന് സന്തോഷത്തോടെ എഴുന്നേറ്റ് അവൻ തോറ്റു എന്ന് പറയുകയാണ്. അത് കേട്ട് അങ്ങ് തോറ്റു എന്ന് വിശ്വസിക്കാൻ അവനെ ബാക്കുള്ളവർ. അവൻ ഉണ്ടാക്കിയ പുതിയ സ്കില്ല് ബെസ്റ്റായിട്ടുള്ള നൈറ്റിനെ തന്നെ തോൽപ്പിക്കുകയും ചെയ്തു. അവൻ അത് ഡിസർവ് ചെയ്യുന്നുണ്ട്. അവനോട് നിന്റെ ആ സ്കില്ല് ലൈറ്റ് വെച്ച് അത് നീ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണല്ലേ, നീ മാസ്റ്റർ ഷിങ്ങുവിനെ പോലെ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു പാത്തിലേക്ക് പോകാൻ തുടങ്ങി. നീ ഉള്ളപ്പോൾ ഞാൻ ഫാസ്റ്റായിട്ട് പോകില്ല. അവനോട് ഹാവച്ചൻ നിന്റെ കൂടെ ഫൈറ്റ് ചെയ്തത് ഞാൻ ഹാപ്പിയാണ്. കുറേ നാൾ കഴിഞ്ഞ് ത്രോൺ ഓഫ് സീലിന് വേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്യും. അവന് ഞാനും അതിനെ കാത്തിരിക്കുക. അവന് നീണ്ട ഒരുപാട് നാൾ, ഈ സീരീസ് ലാഗ് പോലെ ആക്കാൻ കാരണമായി ആ ഡീമൺ ഹണ്ടർ കോമ്പറ്റീഷൻ ഫൈനലി കഴിഞ്ഞ് വിന്നർ ഹാവച്ചനായി. എല്ലാവരും ഹാപ്പി. അപ്പോൾ റിവാർഡ് സെറിമണി കൊടുക്കാമല്ലോ. ലിന്ന് ഹാപ്പി എന്ന സായറിനെ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ അവാർഡ് സെറിമണി എല്ലാവരും വന്ന് നിൽക്കുന്നുണ്ട്. ഫസ്റ്റ് ആയതുകൊണ്ട് ഹാവച്ചൻ അവനൊരു ത്രോണ് പോലെ കിട്ടി. സെക്കൻഡ് വാങ്ങിന് കൊടുത്തു. നിങ്ങളാണ് ബ്രൈറ്റ്, ഒരിക്കലും താഴില്ല, എല്ലാവരും വിളിക്കുന്നുണ്ട്. ഹാവച്ചൻ്റെ ഹോം ടൗൺ പിറകിൽ കാണാൻ നിന്റെ ഫ്യൂച്ചർ വിശാലമായ ലോകമാണ്, നിനക്ക് അതെല്ലാം നീ നോക്കണം എന്ന് മാസ്റ്റർ. ഇനി ഒരാളെ ചൂസ് ചെയ്യാൻ പറയുന്നുണ്ടോ? ഹാവച്ചൻ ഫസ്റ്റ് അതുകൊണ്ട് തന്നെ അവനാണ് സെലക്ട് ചെയ്യുന്നത്. നീ ആരെടുക്കും? എല്ലാവരും സായറിനെയാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നുണ്ട്. ലിന് മനസ്സിലാകട്ടെ അവനെ സെലക്ട് ചെയ്യും എന്നോർത്ത് ആലോചിച്ച് സങ്കടമുണ്ട്. സായറാകട്ടെ ഇത് കഴിഞ്ഞ് ഹഗ് ചെയ്യട്ടെ എന്നോർത്ത് ഹാപ്പി. എനിക്ക് അവൻ്റെ ടീമിൽ അത് കഴിഞ്ഞില്ല എന്നതൊക്കെ കുറേ പേരും പറയുന്നുണ്ട്. പാസ്റ്റില് ഹാൻകോൻ്റെ അടുത്ത് നിന്നിട്ട് അവൻ പറഞ്ഞത് അവന് കിട്ടുന്ന ഗിഫ്റ്റ് അത് വേണ്ട, പാരമായിട്ടൊരു ടീംമേറ്റിനെ ചൂസ് ചെയ്യാനാണ്. അത് കേട്ട് നീ എന്താ പറയുന്നത്? കിട്ടാൻ പോകുന്ന റെയർ പ്രീഷ്യസ് ആയിട്ടുള്ള ഫർണൈസ് ആണ്, അത് ലെവൽ 6 പോകാനും കഴിയും. അവനതിന് കുഴപ്പമില്ല. ഹാൻകോനപ്പോൾ എങ്കിൽ നീ അത് അവിടെ വെച്ച് പറ, നിനക്ക് മാറ്റാൻ തോന്നിയല്ലോ. അതെടുത്തിട്ട് അവൻ പറയുന്നത് ലിന്നിന്, കാരണം കൊടുത്ത വാക്ക് അവൻ മാറ്റിയില്ല. അത് കേട്ട് എല്ലാവരും ഷോക്ക്. ലിൻ ഉൾപ്പെടെ സായറാകട്ടെ റിയാറ്റ് പോലും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ നൽകുന്നു. നീ എന്താ പറയുന്നത്? നമ്മുടെ മിസ്സിനെ എടുക്കില്ല എന്നാണ് എന്നൊക്കെ പറയുമ്പോൾ അവളുടെ ചെവിയിലവിടെ ഞാൻ ചൂസ് ചെയ്യുന്നത് ലിന്ന് എന്ന് മാത്രം. അവൾക്ക് എന്തൊക്കെയോ പോലെ ആകാൻ തുടങ്ങി. സായർ എന്ന് ലിൻസ് വിളിക്കുന്നുണ്ട്, എന്നാൽ അതൊന്നും കേൾക്കുന്നില്ല. അവൻ പറഞ്ഞത് കേട്ടില്ലേ എന്ന് പറഞ്ഞാൽ അവളുടെ ഉള്ളിലെ ഇമോഷൻസ് എല്ലാം കൂടി പുറത്തു വരാൻ തുടങ്ങി. ഹാവച്ചൻ അപ്പോൾ ഞാൻ ചൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അതോർത്തോർത്ത് അവൾക്കാകട്ടെ ഭയങ്കരമായിട്ട് ഇമോഷണലായി. ഞാൻ അടുത്തതായിട്ട് ചൂസ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞത് വളരെ ടെറിഫിക്കായ പവർ സായറിൻ്റെ അടുത്ത് നിന്ന് വരുന്നു. അവൾ ആകെ ഏറ്റവും അധികം വിശ്വസിച്ചത് അവനെയാണ് എന്ന് ഹാവച്ചൻ പറഞ്ഞത് കേട്ട് അവൾ ഇരുട്ടിലേക്ക് പോയി. അവളെ പിടിച്ചു വെച്ച ഇമോഷൻസ് ബ്രേക്കായി. അവളുടെ ചെവിയിൽ ആരോ പറയുന്ന വോയിസ്, നീ പറഞ്ഞത് കേട്ടില്ല, ഏറ്റവും നീ വിശ്വസിച്ച് അവ പോലെ തള്ളിക്കളഞ്ഞു, നിന്നെ പ്രൊട്ടക്ട് ചെയ്യും എന്ന് പറഞ്ഞു. നിനക്ക് ഇനി ആർക്കും വേണ്ട. അതെല്ലാം കൂടി ആയപ്പോൾ അവളുടെ കൺട്രോൾ മുഴുവനായിട്ട് പോകാൻ തുടങ്ങി. അതുകൊണ്ട് അങ്ങോട്ട് ചെല്ലുകയാണ്. എന്നാൽ നടന്നില്ല. അവൾ അടുത്ത റീഇൻകാർണേഷൻ ആണല്ലോ, പുനർജന്മം. അതിനൊക്കെ പോകെ മനസ്സിലാവും ആളുടെ പവർ അത്രയായിരുന്നു. വാട്ടവർ അത് കാരണം അവിടെ മുഴുവൻ സ്ട്രോങ് ആയ പവർ അടുത്തേക്ക് പോകാൻ പോലും പറ്റുന്നില്ല. അവൻ പോകാൻ നിൽക്കുമ്പോഴാണ് ഷെമു വന്ന് തട്ടി കയറ്റിയത്. മുൻപ് പറഞ്ഞിരുന്നു അവൾക്ക് വല്ലതും പറ്റിയില്ല, നടക്കാതെ വല്ലതും സംഭവിച്ചാൽ പിന്നെ വിചാരിക്കുന്നതിലപ്പുറമായിരിക്കും നടക്കാൻ പോകുന്നത്. അത് തന്നെ സംഭവിച്ചു. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്തൊക്കെയാവുന്ന അടുത്ത എപ്പിസോഡ് കാണാം. ബൈ.